വിനോദ് മേക്കോത്ത് ശ്രീ വിനോദ് മേക്കോത്ത് ഇവിടെ ഉണ്ടാവണം. ഇവിടെ 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 അവിടുത്തെ സർക്കാർ, അവിടുത്തെ ഭരണപക്ഷത്തിന് കാര്യമായ താല്പര്യമില്ല. SIT എന്താണ് ആർക്കോ വേണ്ടി ഓക്കാനിക്കുക എന്ന് നമ്മൾ പറയില്ലേ എന്ന് പറയുന്നത് പോലെ SIT ഈ പറയുന്ന പ്രഷർ മൗണ്ട് ചെയ്തുകൊണ്ട് ഉണ്ടാവുന്നു. അതിൽ നിന്ന് 2-3 പേര് ഇപ്പോൾ തന്നെ പിന്മാറാൻ പോകുന്നുണ്ട്. അത് ഏത് രീതിയിൽ പോകുന്ന കാര്യം അറിയില്ല. മാത്രമല്ല ഇയാൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ പോയി ഞാൻ കുഴിച്ചിട്ട സ്ഥലം ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ അവർ ആ സംഘത്തോട് പറയുകയും ആ സംഘം പോയി അത് മാറ്റില്ലെന്ന് എന്താണ് ഉറപ്പ്? ആർക്കാണ് ഉറപ്പ്? ഒരു ഉറപ്പുമില്ല. പക്ഷേ വിനോദ് മേക്കത്ത് ഉണ്ടാവേണ്ടത് ഇത് രാജ്യത്തെ ഒരുപക്ഷെ രാജ്യം കണ്ട അല്ലെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയൊരു നരമേധത്തിൻ്റെ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആവണം ഇത്. അതിൻ്റെ സത്യം അന്വേഷിക്കണം, സത്യം കണ്ടെത്തണമെന്നുള്ള ഒരു പൊളിറ്റിക്കൽ വില്ല് അതിലുണ്ടാവണം, ഒരു രാഷ്ട്രീയ ഇച്ഛ അതിലുണ്ടാവണം. ഈ പറയുന്ന ആൾക്കാർ അധികാര കേന്ദ്രങ്ങളിൽ ശക്തരായി വ്യാപരിക്കുമ്പോൾ, സാമ്പത്തിക മേഖലകളിൽ അതിലും ശക്തരായി വ്യാപരിക്കുമ്പോൾ ആ പൊളിറ്റിക്കൽ ഇച്ഛ ഉണ്ടാകുമെന്ന് കരുതണോ നമ്മൾ വെറുതെ? ശ്രീ വിനോദ് മേക്കോത്ത്. അല്ല, ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന ഇത്തരത്തിൽ തലമറവാകുന്ന ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് എത്തിച്ചേരാനുള്ള അവസാനത്തെ അത്താണി ഏതാണ് ജനാധിപത്യ സമൂഹത്തിൽ? ഇവിടുത്തെ എക്സിക്യൂട്ടീവാണ്, ഏറ്റവും ഒടുവിൽ നിയമ സംവിധാനമാണ്. ഇതിനു വേണ്ടിയൊക്കെ ശബ്ദിക്കേണ്ടത് മാധ്യമങ്ങളാണ്. ഇതെല്ലാം പിന്നെ എന്താ പറയുക, അവിടെ ഈ അവസരത്തിനൊത്ത് ഉയരുന്ന തരത്തിലേക്ക് മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അശ്മി ഇവിടെ സൂചിപ്പിച്ചു, ഞാൻ SIT-യിൽ അല്ലാതെ മറ്റെന്തിലാണ് പ്രതീക്ഷ അർപ്പിക്കേണ്ടത്? വേറെ എന്താണ് നമ്മുടെ മുമ്പിൽ കരണീയമായിട്ടുള്ളത്? നമുക്ക് വേറെ എന്തിനെക്കുറിച്ചാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്? ആ SIT-യിൽ നട്ടല്ലുറപ്പുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ഇപ്പോൾ FIR ഇട്ടല്ലോ ജൂലൈ മാസം 4-ാം തീയതി അവിടെ വന്ന SP, അതുപോലെ നട്ടല്ലുള്ളൊരു ഉദ്യോഗസ്ഥൻ ഇതിലേതെങ്കിലും ഒന്നെങ്കിലും തെളിയിക്കണം എന്ന് മനസ്സിൽ നിരീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് വന്നാൽ അത്തരത്തിൽ അന്വേഷണം മുന്നോട്ട് ഇടപെടൽ ശ്രമിക്കണം. പക്ഷെ ആ പ്രതീക്ഷ എങ്ങനെയാണ് വെച്ച് പുലർത്താൻ കഴിയുക? ആ ദിവസം ഞാൻ കരുതിയത് ഈ ശുചീകരണ തൊഴിലാളി അന്ന് അവിടെ വരില്ല എന്നാണ് ഞാൻ കരുതിയത്. അത് അങ്ങനെ കരുതാൻ പല കാരണങ്ങൾ. ഒന്നാമത് അയാളുടെ വന്ന് നിന്നാൽ അയാളെ കൊന്നുകളയും എന്ന് അയാൾ തന്നെ പേടിക്കുന്നു. പ്രാണഭയം എന്നുള്ളത് ഏറ്റവും വലിയ ഭയമാണ്. അയാളുടെ കുടുംബം എവിടെയാണെന്നുള്ള കാര്യം ഈ മാഫിയയ്ക്ക് അറിയാം. അയാളുടെ കുടുംബത്തെ ജീവനക്ക് സംശയമുണ്ട്. ഞാൻ വിചാരിച്ചത് ശുചീകരണ തൊഴിലാളി മുങ്ങുമെന്നാണ്. അയാൾ മുങ്ങിയില്ല. അയാൾ കൃത്യസമയം അവിടെ നിന്നു. മുങ്ങിയത് പോലീസുകാരാ. അങ്ങനെ മുങ്ങിയ പോലീസുകാരുള്ളപ്പോൾ എന്ത് SIT? ശ്രീ വിനോദ് മേക്കോത്ത്. അല്ല, SIT എന്ന് പറയുമ്പം DGP തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, പ്രണബ് മൊഹന്തി എന്ന് പറയുന്ന DGP തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ അനുച്ഛേദും അതുപോലെ തന്നെ സൗമ്യലതയും ഒക്കെ പിന്മാറും എന്നുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ഏറ്റവും ഒടുവിൽ 20-അംഗ ടീം അഡീഷണലായിട്ട് വെച്ചുകൊണ്ട് 24-അംഗ ഫുൾ ടീം പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇന്നത്തെ മാധ്യമ വാർത്തയാണ് 24-അംഗ ടീമിൽ ഈ പറയുന്ന അനുച്ഛേദും അതുപോലെ തന്നെ സൗമ്യലതയും ഒക്കെ ഉണ്ട്. അവർ പിന്മാറിയതായി ഇപ്പം വൈകുന്നേരം വാർത്ത വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ആ 24-അംഗ ടീം പ്രഖ്യാപിക്കുന്ന സമയത്ത് അവരുണ്ട്. അനുച്ഛേദ് നേരത്തെ അന്വേഷണത്തിൽ പങ്കെടുത്തയാളാണെങ്കിലും അതെല്ലാം കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അറിയുകയും അത് അന്ന് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ അന്വേഷണം നല്ല നിലയിൽ കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ ഇന്നത്തെ തലത്തിലുള്ള ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നില്ല അന്ന് അവിടെ ചെറിയൊരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിലായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് കുറെ കൂടി വലിയ പവേഴ്സ് ലഭിക്കുമ്പോൾ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. അങ്ങനെ പ്രതീക്ഷിക്കാനല്ലേ നമുക്ക് പറ്റൂ. മറ്റെന്ത് ചെയ്യാൻ കഴിയും? ഏത് സംവിധാനത്തെക്കുറിച്ച് ഈ പാനലിൽ ഇരിക്കുന്ന ആരെങ്കിലും പറയട്ടെ, ഹഷ്മി പറയൂ, ഏത് സംവിധാനത്തെയാണ് ജനാധിപത്യ സമൂഹത്തിൽ നിന്നുകൊണ്ട് ഈ നിയമവാഴ്ചയുടെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക? ഏതെങ്കിലും ഒരു പിന്നെ സേതുരാമയ്യർ വന്ന് ഇതെല്ലാം തെളിയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? അത് സിനിമയിൽ നടക്കുമായിരിക്കും. പക്ഷെ നമുക്ക് ഇത് ഗ്രൗണ്ട് ലെവലിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ അന്വേഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു സംസ്ഥാന ഗവൺമെന്റിന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് SIT തന്നെയാണ്. ആ SIT-യിൽ നിന്ന് പ്രതീക്ഷിക്കാൻ മാത്രമേ പറ്റൂ. നമുക്ക് ഹിപ്പോത്തറ്റിക്കലായി അതിപ്രകാരം പ്രവർത്തിക്കില്ല എന്ന് പറയാൻ ഇപ്പോൾ കഴിയില്ല എന്ന് മാത്രമാണ്. അതെൻ്റെ പ്രതീക്ഷയാണ്. അങ്ങനെ വരണേ എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ഈ തരത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ അശ്മി നേരത്തെ സൂചിപ്പിച്ചു, RSS-ലെ ഈ പറയുന്ന തരത്തിലുള്ള റിഫ്റ്റിൻ്റെ ഭാഗമായി അവർക്കിടയിൽ ഉണ്ടായ എന്ത് അഭിപ്രായ വ്യത്യാസമോ ആര് തമ്മിലോ ഉണ്ടാകട്ടെ, ഇവിടുത്തെ അതിൻ്റെ റിസൾട്ട് എന്താണ്? റിസൾട്ട് എന്ന് പറയുന്നത് സൗജന്യ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ തിരോധാനത്തെ സംബന്ധിച്ച് അവളെ മൃഗീയമായി കൊലപ്പെടുത്തിയതിന് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വർഷങ്ങളായി സജീവമായി നിലനിൽക്കുന്ന ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടായല്ലോ. അതിൻ്റെ പരിണതി എന്നുള്ള നിലയിൽ ഇത്തരത്തിൽ കോടതികൾ മുഴുവൻ ഈ വിഷയം ഏറ്റെടുക്കുകയും അഭിഭാഷകർ ഏറ്റെടുക്കുകയും മാധ്യമങ്ങളിൽ ഈ പറയുന്ന യൂട്യൂബ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇതെല്ലാം ഏറ്റെടുക്കുകയും സംസ്ഥാന ഗവൺമെൻറ്റിന് എന്തൊക്കെ പറഞ്ഞാലും ഒരു SIT പ്രഖ്യാപിക്കേണ്ട നിലയിലേക്ക് പോയില്ലേ?
ആ നിലയിലേക്ക് ഈ സമരം എത്തിച്ചേർന്നില്ലേ? അത് RSSന് ഇടയിലുള്ള റിഫ്റ്റോ എന്തോ ആവട്ടെ, എന്തായാലും ഈ സംഗതി പൊട്ടി പുറത്തു വന്നിരിക്കുന്നു. നേരത്തെ പഴയ ശശി തരൂർ പറഞ്ഞതുപോലുള്ള ഒരു ഉപമയാണ് അന്ന് നരേന്ദ്രമോദിയെക്കുറിച്ച് ശശി തരൂർ പറഞ്ഞിരുന്നു. ശിവലിംഗത്തിന് മുകളിലുള്ള തേളാണെന്ന് മോദി എന്നൊക്കെ പറഞ്ഞിരുന്നു ശശി തരൂർ. ഇന്നെന്താ അത് അങ്ങനെ പറയുന്നറില്ല. അതുപോലെ മഞ്ജുനാഥ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് പുറത്ത് കയറി നിൽക്കുന്ന കരിന്തേളാണ് ഈ വീരേന്ദ്ര ഹെഗ്ഡെ. അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ ആ കരിന്തേൾ കൂട്ടമാണ്. ഇതറിയാതെയല്ല നമ്മൾ ഇതിനെതിരെ സംസാരിക്കുന്നത്. പക്ഷേ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ, ഒരു പൗരൻ എന്നുള്ള നിലയിൽ, ഈ തരത്തിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ജനാധിപത്യ ബോധമുള്ള നിയമ വ്യവസ്ഥയിൽ വിശ്വാസമുള്ള ഒരാൾ എന്നുള്ള നിലയിൽ നമുക്ക് ഇങ്ങനെയല്ലാതെ എങ്ങനെ പറയാൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ജനാധിപത്യ സമൂഹത്തിൽ നമ്മൾ ഇതിൽ കൂടുതൽ ഇപ്പോൾ ഈ 2 ഗാഗ് ഉത്തരവുകൾ വന്നു എന്ന് പറഞ്ഞല്ലോ. പണ്ട് നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ട്, കുമ്പളം കട്ടവൻ്റെ തോളിലതാ നൊര എന്ന് പറയുമ്പോൾ ഈ കുമ്പളം കട്ടവൻ നൊര തട്ടിക്കളഞ്ഞു പോലും. അതുപോലെയല്ലേ തൻ്റെ പേരിൽ, തൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ, അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ പേരൊക്കെ പരാമർശിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു വീഡിയോയോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റോ ഒരു വാർത്തയായി പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ വീരേന്ദ്ര ഹെഗ്ഡെ പ്രഭൃതികൾ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് സ്വാഭാവികമായി മനസ്സിലാക്കാവുന്നതാണ്, ആർക്കും ഊഹിക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ജേക്കബ് ജോർജ് സാറ് പറഞ്ഞതുപോലെ, നമ്മുടെ പാനലിസ്റ്റ് പറഞ്ഞതുപോലെ, ഇവിടെ അത് നിയമപരമായി തെളിയിക്കപ്പെടുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കേണ്ടതുണ്ട്, അതിനുള്ള അറ്റംപ്റ്റ് നടത്തേണ്ടതുണ്ട്, അതിനാവശ്യമായ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ പോയാൽ എന്തായാലും അങ്ങയുടെ ശുഭാപ്തി വിശ്വാസത്തെ ഞാൻ അംഗീകരിക്കുന്നു, അതിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത്തരം ആളുകൾ ഈ അധികാരത്തിൻ്റെ സോപാനങ്ങളിൽ ഏറ്റവും കരുത്തുറ്റ സ്ഥലത്ത് നിൽക്കുമ്പോൾ, അവർ ഈ സാമ്പത്തികാധികാരം പൂർണ്ണാർത്ഥത്തിൽ കൈയാളുമ്പോൾ, ഈ പറയുന്ന ക്വാറികൾ, ഈ പറയുന്ന മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ, അങ്ങനെ ഒരു മേഖല ഒന്നാകെ കൈയടക്കി വെച്ചിരിക്കുന്ന സാമ്രാജ്യങ്ങളായി വാഴുന്നൊരു സ്ഥലത്ത് ആ ശുഭാപ്തി വിശ്വാസം എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്ക് വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണുകയും ചെയ്യാം.